മധ്യ കേരളത്തിലെ മലയോര ജനതയുടെ എത്രയോ കാലമായുള്ള കാത്തിരിപ്പാണ് ശബരി പാത. സംസ്ഥാന സർക്കാർ പണം അനുവദിക്കുമെന്നുള്ള പ്രഖ്യാപനം വലിയ രീതിയിൽ അവർക്ക് പ്രതീക്ഷയേകുന്നുണ്ട്. ശബരി റെയിൽപാത എരുമേലിയിൽ നിന്ന് പുനലൂരിലേക്ക് നീളുമെന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്ന ചിലരുമുണ്ട്. സാധ്യതാ പഠനത്തിനുള്ള അനുമതി മാത്രമാണ് നിലവിലുള്ളതെങ്കിലും പലതരത്തിലുള്ള ചർച്ചകളാണ് മുന്നോട്ട് വരുന്നത്. നിർദ്ദിഷ്ട റെയിൽപാത യാഥാർത്ഥ്യമായാൽ കേരളത്തിന്റെ റെയിൽവേ ഭൂപടത്തിലേക്ക് പുതിയ പ്രദേശങ്ങൾ വന്നുചേരും. കൊല്ലംകാരുടെ ശബരി റെയിൽപാത സ്വപ്നങ്ങൾ അറിയാം. ശബരി റെയിൽപാത തിരുവനന്തപുരത്തേക്ക് നീട്ടുന്നതുമായി ബന്ധപ്പെട്ട് സാധ്യതാ പഠനത്തിന് അനുമതി ലഭിച്ചതോടെ പ്രതീക്ഷയിലാണ് കൊല്ലം ജില്ലയിലെ ജനങ്ങൾ. പുനലൂർ, പത്തനാപുരം, അഞ്ചൽ തുടങ്ങിയ കിഴക്കൻ മേഖലയിലെ ജനങ്ങളാണ് സ്വപ്നം കണ്ടു തുടങ്ങുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ശബരി റെയിൽവേ പാത എന്ന് പറയുന്നത് ഒരു മൂന്നാം റെയിൽവേ പാതയാണ്. അത് ഗുഡ്സിന്റെ ട്രാഫിക്കിലായാലും ശരി തന്നെ, പാസഞ്ചർ ട്രാഫിക്കിലായാലും ശരിയാണ്. അതിൽ ഏറ്റവും പ്രയോജനപ്രദമാവുന്നത് ഈ ലൈൻ കടന്നു വരുന്നത് റെയിൽവേ കടന്നു വന്നിട്ടില്ലാത്ത മേഖലകളെ കണക്ട് ചെയ്തുകൊണ്ടാണ്. എരുമേലിയിൽ നിന്ന് തിരുവനന്തപുരം ബാലരാമപുരത്തേക്ക് ശബരി പാത നീളുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇതുവരെ റെയിൽവേ കടന്നു പോകാത്ത ഇടങ്ങളിലൂടെ ശബരി പാത കടന്നുപോകും. എരുമേലി കടന്നാൽ പത്തനംതിട്ട, കോന്നി, പത്തനാപുരം, പുനലൂർ, അഞ്ചൽ, കിളിമാനൂർ, കാട്ടാക്കട, ഏറ്റവും ഒടുവിൽ ബാലരാമപുരം. അങ്ങനെ തെക്കൻ കേരളത്തിലെ റെയിൽവേയുടെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു ശുപാർശയാണ് നിലവിലുള്ളത്. എരുമേലിയിൽ നിന്ന് ബാലരാമപുരം വരെ റോഡ് മാർഗം 153 കിലോമീറ്റർ ദൂരമാണുള്ളത്. ആലോചനയിലുള്ള റെയിൽപാതയാകട്ടെ 160 കിലോമീറ്ററും. ദൂരം അധികമാണെങ്കിലും പത്തനംതിട്ട ജില്ലാ ആസ്ഥാനവും 50,000-ലധികം ആളുകൾ താമസിക്കുന്ന തിരുവനന്തപുരം നെടുമങ്ങാട് എന്ന പ്രദേശവും കേരളത്തിന്റെ റെയിൽ ഭൂപടത്തിലേക്ക് ഉൾപ്പെടുത്താനാകുന്നു എന്നത് വലിയ പ്രത്യേകതയാണ്. ശബരിപാത നീട്ടൽ യാഥാർത്ഥ്യമായാൽ പല ഗുണങ്ങളുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഏറ്റവും പ്രധാനമായി പരമ്പരാഗത റെയിൽവേ പാതയിലുള്ള വളവുകൾ നോക്കുക പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെ അതിവേഗ റെയിൽപാത എന്ന സ്വപ്നം അല്ലെങ്കിൽ എന്ന ആശയം ഈ റെയിൽപാത വരുന്നതോടെ യാഥാർത്ഥ്യമാക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ തലസ്ഥാനത്തെ, അതായത് തിരുവനന്തപുരത്തെ മറ്റു ജില്ലകളിലെ ഉൾനാടൻ പ്രദേശങ്ങളുമായി ചേർത്ത് നിർത്താൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് മറ്റൊരു പ്രത്യേകതയായി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു മൂന്നാം പാത യാഥാർത്ഥ്യമായാൽ പരമ്പരാഗത പാതയിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറയ്ക്കാനാകും. ചരക്ക് നീക്കവും ഈ പാതയിലേക്ക് മാറുമ്പോൾ ഈ പറയുന്ന തിരക്കും മറ്റും ഒഴിവാക്കാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനമായി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട് ഒരു കണക്ടിവിറ്റി ഉണ്ടാകുന്നു എന്നുള്ളത് തന്നെയാണ്. ബാലരാമപുരത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് റെയിൽവേ കണക്ടിവിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലൊരു പാത ഉണ്ടാകുകയാണെങ്കിൽ അത് അങ്കമാലി മുതൽ വിഴിഞ്ഞം വരെ എന്ന് സാങ്കേതികമായി പറയാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇത് വരുന്നതോടുകൂടി നമ്മുടെ ഈ പുനലൂരിൻ്റെ തലവര മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. വലിയ തോതിൽ പുനലൂരിലേക്ക് തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജന പ്രവാഹം ഉണ്ടാവും. ഈ പട്ടണം തന്നെ രക്ഷപ്പെടും. മുൻപൊരിക്കലും കാണാത്ത സ്വപ്നം ഇന്ന് ചിലർ കാണുന്നുണ്ട്. റെയിൽപാളത്തിലൂടെ നാടിന് മുന്നേറാമെന്ന പ്രതീക്ഷയിലാണിവർ. രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.